എസ്.ഡി.പി.ഐയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പിന്തുണ കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിജയിച്ചത്. വിജയപ്രതീക്ഷയുണ്ടായിരുന്ന ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയേറ്റത് ബി.ജെ.പിയിൽ വലിയ ചർച്ചകൾക്കും പൊട്ടിത്തെറിക്കും വഴിവെക്കും. പി വി കുട്ടൻ ചേരുന്നു. പി വി കുട്ടൻ, ബി.ജെ.പിയുടെ വോട്ട് വ്യാപകമായി തന്നെ യു.ഡി.എഫിന് പോയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഉള്ളതിൻ്റെ അതിൻ്റെ ഒരു പ്രതിഫലമായി നൽകിയതായിരിക്കാം ഈ വോട്ടുകൾ. എന്തായാലും ബി.ജെ.പിയെ സംബന്ധിച്ച് ഒട്ടും അഭിമാനിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് വക നൽകുന്നില്ല. കുട്ടൻ, ഷമി, സാധാരണ ഈ പാലക്കാട് ഇലക്ഷൻ, അതായത് ഈ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുമ്പോൾ മത്സരം പ്രവചനാതീതമാകും. കാരണം ഈ സമ്മിശ്രമാണ്. നഗരസഭാ മേഖലയിൽ ബി.ജെ.പിക്ക് നല്ല സ്വാധീനമുണ്ട്. പക്ഷേ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ CPIM-നും LDF-നും സ്വാധീനമുള്ള മേഖലകളുണ്ട്. അവിടുത്തെ അടുത്ത പഞ്ചായത്ത് പിരായിരി പഞ്ചായത്ത് എത്തുമ്പോൾ അവിടെ UDF-ന്റെ മേൽക്കോയ്മയുള്ള സ്ഥലമാണ്. പിന്നീട് മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിലേക്ക് എത്തുമ്പോഴാണ് LDF കുറച്ചുകൂടി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് സാധാരണ ഒരു വോട്ടെണ്ണലിൻ്റെ ഒരു ട്രെൻഡ് ഉണ്ടാകാറ്. പക്ഷേ ഇത്തവണ അത് മൊത്തത്തിൽ മാറി. കാരണം ഈ വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് നേടുന്നു. അത് ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾ, ഇവിടുത്തെ ബി.ജെ.പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് വലിയ സ്വാധീനമുണ്ടെന്ന് ബി.ജെ.പി അവകാശപ്പെടുന്ന ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ ഉൾപ്പെടെ UDF-ന് മേൽക്കൈ വരുന്നു. അതോടൊപ്പം തന്നെ അതിൽ ചില ബൂത്തുകളിലൊക്കെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിന് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. അങ്ങനെ ഇത് മുന്നോട്ട് പോയി നഗരസഭ എത്തുമ്പോഴേക്കും തന്നെ, നഗരസഭ കഴിഞ്ഞ് പിരായിരിൽ എത്തുമ്പോഴേക്കും തന്നെ രാഹുലിൻ്റെ ഭൂരിപക്ഷം ഒരു സ്റ്റേബിളായ ഒരു ഭൂരിപക്ഷത്തിലേക്ക് മാറുന്നുണ്ട്. അതിൽ നിന്നും വളരെ കൃത്യമായി മനസ്സിലാവുന്ന ഒരു കാര്യം, ബി.ജെ.പിയുടെ വോട്ടുകൾ വ്യാപകമായി UDF-ന് മറിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇത്തവണ ബി.ജെ.പിക്ക് ലഭിച്ചിരിക്കുന്നത് എത്രയാണ്? 39,549 വോട്ടുകളാണ് കൃഷ്ണകുമാർ ലഭിച്ചത്. ഷമി, കഴിഞ്ഞ തവണ NDA സ്ഥാനാർത്ഥിക്ക് 50,220 വോട്ടുകൾ ലഭിച്ചിരുന്നു. അപ്പോൾ 10,671 വോട്ടുകളുടെ വോട്ടുകൾ കാണാനില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ പുതിയ വോട്ടുകൾ കൂടി ചേരുമ്പോൾ അതിലും വർദ്ധിക്കും. ഈ വോട്ടുകൾ പൂർണ്ണമായും ബി.ജെ.പി പ്രവർത്തകരോ നേതാക്കളോ എന്തായാലും ഒരു സംഘടിതമായ പ്രവർത്തനം നടന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കൃഷ്ണകുമാറിനെതിരെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ജില്ലാ നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 10,671 വോട്ടുകളാണ് ഈ കൃത്യമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണത്തെ വോട്ടിംഗ് പാറ്റേണിൽ വന്ന മാറ്റം. ഈ വോട്ടുകൾ പൂർണ്ണമായും ബി.ജെ.പി കോൺഗ്രസിനെ മറിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ബലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത്തരത്തിലൊരു വിജയം ഉണ്ടായിരിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾക്ക്, ബി.ജെ.പിക്കിടയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾക്ക് ഇടയാക്കി. ഇപ്പോൾ തന്നെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു വലിയ തോൽവിക്കിടയാക്കിയതെന്ന തരത്തിലുള്ള, ഈ വലിയ വോട്ട് ചോർച്ചക്കിടയാക്കിയ തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട്. അതേസമയം തന്നെ മറുഭാഗത്ത് ഈ ബി.ജെ.പി വോട്ടുകൾക്കൊപ്പം തന്നെ എസ്.ഡി.പി.യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ടുകൾ വ്യാപകമായ രീതിയിൽ അവരെ സ്വാധീന മേഖലകളിലൊക്കെ ഈ വർഗീയ പ്രചാരണമൊക്കെ അടിച്ചുവിട്ടുകൊണ്ട് എസ്.ഡി.പി.യുടെ നേതൃത്വത്തിൽ നോട്ടീസ് ഉൾപ്പെടെ വിതരണം ചെയ്തുകൊണ്ടാണ്, വർഗീയ പരാമർശങ്ങളടങ്ങിയ നോട്ടീസ് ഉൾപ്പെടെ വിതരണം ചെയ്തുകൊണ്ട് ആ വോട്ടുകൾ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാക്കുന്നതിന് വേണ്ടി ഇടയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്നുള്ളത്, രാഹുൽ വിജയം പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ ആവേശത്തിൽ പാലക്കാട് നഗരത്തിലൂടെ പ്രകടനം നടത്തിയിരിക്കുന്നത് എസ്.ഡി.പി.യുടെ പ്രവർത്തകരാണ്. തീവ്രമായ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ടായിരുന്നു എസ്.ഡി.പി.യുടെ ഈ പ്രകടനം. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളുടെ വോട്ടുകൾ UDF-ന് വേണ്ടി കേന്ദ്രീകരിക്കപ്പെട്ടു. അതിൻ്റെ ഒരു വിജയമാണ് ഇവിടെ ഉള്ളത്. അതേസമയം തന്നെ LDF സ്ഥാനാർത്ഥി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നഗരസഭക്കകത്തും പഞ്ചായത്തുകൾക്ക് അകത്തുമൊക്കെ നില മെച്ചപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡോക്ടർ P. സരിന് ലഭിച്ച ഒരു സ്വീകാര്യതയാണ്. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ, ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ LDF-ന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഡോക്ടർ P. സരിന് ലഭിച്ചിട്ടുണ്ട്. അതേതായാലും LDF പ്രവർത്തകരെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ 35 ദിവസം നീണ്ട പ്രചാരണ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഡോക്ടർ P. സരിൻ്റെ സ്ഥാനാർത്ഥിത്വം, ഇതൊക്കെ ചെറുതായെങ്കിലും മണ്ഡലത്തിൽ ഏശിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഈ വോട്ട് വർധനവിനെ പൊതുവിൽ വിലയിരുത്തുന്നത്. ഷമി, ഒരിക്കൽ പോലും എസ്.ഡി.പി.ഐയുടെ വോട്ട് വേണ്ട എന്നുള്ള ഒരു നിലപാട് UDF സ്വീകരിച്ചിട്ടേയില്ല. സ്ഥാനാർത്ഥിയോട് പലതവണ മാധ്യമങ്ങൾ ചോദിച്ചതാണ് എസ്.ഡി.പി.ഐയുടെ വോട്ട് വേണോ വേണ്ടയോ എന്ന്. ഒരു മറുപടിയും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എസ്.ഡി.പി.ഐയുടെ കാര്യത്തിൽ ഒരു സംശയവും ആദ്യം മുതൽ തന്നെ ആർക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ ബി.ജെ.പിയുടെ കാര്യത്തിൽ നമുക്കറിയാം, കൃഷ്ണകുമാറിനെ അവർ സ്ഥാനാർത്ഥിയാക്കുന്നത് പാലക്കാട് നഗരസഭയിലുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം കൂടി പരിഗണിച്ചിട്ടാണ്. പക്ഷേ അത് ഒരർത്ഥത്തിലും ഏശിയില്ല എന്നുള്ളതാണ് അടപടലം
ആ വോട്ടുകൾ മറിച്ച് UDF-ലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. വലിയ ഒരു ആസൂത്രണം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു കാലുമാറ്റം അല്ലെങ്കിൽ വോട്ടുമാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഷമീദ്, ഒരു നിസ്സാരമായ വോട്ടുകളല്ല മറിഞ്ഞിരിക്കുന്നത്. 10,000-ലധികം വോട്ടുകൾ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്, അതും ഇത്രയും വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്നു. BJPക്ക് വേണ്ടി സംസ്ഥാനത്തെ അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലുള്ള നേതാക്കൾ വരെ പാലക്കാട് വന്ന് പ്രചരണം നടത്തുന്നു. BJPക്ക് സ്വാധീനമുള്ള മേഖല, മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP. അത്തരമൊരു കേന്ദ്രത്തിലാണ് ഇത്രയും ശക്തനായ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ, അതായത് BJPയുടെ കൃഷ്ണകുമാറിനെതിരെ ഇത്രയും വലിയ അടിയൊഴുക്ക് നടന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഒരിക്കലും BJPയുടെ നേതാക്കൾ ഇത്തരം ഒരു അടിയൊഴുക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അവർ കഴിഞ്ഞ ദിവസം പോലും അവരുടെ വോട്ട് വിഹിതത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ 50,000 വോട്ടിന് മുകളിൽ ഉറപ്പായും ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, ബൂത്ത് അടിസ്ഥാനത്തിലുള്ള, അതോടൊപ്പം തന്നെ പഞ്ചായത്ത് മുനിസിപ്പൽ അടിസ്ഥാനത്തിലുള്ള കണക്കുകളൊക്കെ വിലയിരുത്തിക്കൊണ്ട് 50,000-ലധികം വോട്ടുകൾ നേടും എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ആ വോട്ട് നേരെ 39,000-ലേക്ക് കുറയുന്നത്. അത് വലിയ രീതിയിൽ BJPക്ക് വെല്ലുവിളിയാവും, BJPക്ക് വലിയ തിരിച്ചടിയാണ്. അത് BJPയുടെ ഈ ഒരു സംസ്ഥാന നേതൃത്വത്തിനുള്ളിലുള്ള വലിയ അതൃപ്തികൾക്ക് കാരണമാകും. ഇപ്പോൾ തന്നെ പരസ്യ പ്രതികരണങ്ങളുമായി നേതാക്കളൊക്കെ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടിയേറ്റിരിക്കുന്നത് BJPക്കാണെന്ന് നിസ്സംശയം പറയാം. PV കുട്ടനാണ് പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്.